welcome to yet another beautiful episode of Kappa Prime Time. In today's episode of Kappa Prime Time, our guest who will be having a chat with us, a very first guest, she is a beautiful singer, Amrita Suresh, and we also have another music director as well as a singer. He is Satish Ramachandran. Joining with him is yet another singer and a composer. He is Rakesh Brahmanandan. And also we have a photographer with us, Tonu. So welcoming all of you to Kappa Prime Time. Moving on to my very first guest, she is a very talented singer as well as a composer. She's Amrita Suresh, so not much of introduction is required for her. So let me welcome her. Hi Amrita, welcome to Kappa Prime Time. Hi, thank you so much. അമൃതയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷം സൂഫിയും സുജാതയും തന്നെയാണ്. അതിൽ അതിമനോഹരമായ ഒരു പാട്ടാണ് പാടിയിരിക്കുന്നത്, അമൃതയ്ക്ക് കിട്ടിയിരിക്കുന്നതും. ആൻഡ് യു ഹവ് ഡൺ എൻ അമേസിംഗ് ജോബ് ഇൻ ദാറ്റ്. ഐ മസ്റ്റ് ടെൽ യു ഓൾറെഡി യു ആർ എ വെരി സ്വീറ്റ് ഗേൾ, നല്ല സ്വീറ്റ് വോയിസിൻ്റെ ഉടമയാണ്. Just brief me about how did this film happen for you? സൂഫി സുജാതയുടെ കാര്യം എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ റെസ്പോൺസ് ആണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ പാട്ടിന് കിട്ടുന്നത്. ഒരുപാട് മെസ്സേജസ്, ഒരുപാട് കമൻസ് ഒക്കെ വരുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. അപ്പം ഇങ്ങനെ ഒരു എപ്പിക് മൂവിയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഭയങ്കര ലക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ഫസ്റ്റ് താങ്ക്സ് ടു വിജയ് ചേട്ടൻ ആൻഡ് ഫ്രൈഡേ ഫിലിം ഹൗസ്. പിന്നെ എന്താ പറയുക, ഇങ്ങനൊരു പാട്ട് ട്രസ്റ്റ് ചെയ്ത് തന്ന മ്യൂസിക് ഡയറക്ടർ സുദീപ്. വാവ്, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും അതിലെ പാട്ടും കൂടി നമുക്കൊന്ന് കേൾക്കാം. മൈലാഞ്ചി കമ്പാനി കരട് നേരിടുതയമീസാൻ കല്ലിപ്പക്കം നീ എന്ന സമ്പർക്കത്തിൽ ചായുമ്പോഴാനെന്തു മൂളക്കം. Wow, nice. I mean, like, even when I heard that song and when I saw that song also, വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറഞ്ഞ ഒരു വോയിസ് ആണ് ആ ഒരു പെർട്ടിക്കുലർ പിക്ചറൈസേഷന് കൊടുത്തേക്കുന്നത്. അമേസിങ് ജോബ്, ഐ മസ്റ്റ് ടെൽ യു. Wow, okay. Now, ഇപ്പോഴെന്തായാലും എല്ലാവരുടെയും സിറ്റുവേഷൻ ഇസ് ദ സെയിം, എസ്പെഷ്യലി ഫോർ സിംഗേഴ്സ് ആൻഡ് മ്യൂസീഷ്യൻസ്. അമൃത മ്യൂസിക് കമ്പോസിങ്ങിലേക്കും തിരിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് നല്ല പാട്ടുകളും ഒരുപാട് നല്ല കമ്പോസിഷൻസും ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനലിലും വളരെയധികം സജീവമാണ്. വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ് വിത്ത് യു ദീസ് ഡേയ്സ്? ഈ ലോക്ക്ഡൗണിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതം ഗമയുടെ പുതിയ പാട്ടുകളുടെ കമ്പോസിഷൻ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലായിരുന്നു. അപ്പം അതിൻ്റെ വർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ കോൺസേർട്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമ്മളാണത് ക്രാക്ക് ചെയ്തത്. ഫസ്റ്റ് ടൈം ഏപ്രിലാണ് നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഷോ ചെയ്തത്, വിത്തൗട്ട് ഡിലേ ആൻഡ് ലാഗ്. അപ്പം അങ്ങനെ ഒരു സംഭവം നമ്മൾ ഡിജിറ്റൽ കോൺസേർട്സ് അമൃതം ഗമയ ചെയ്തു തുടങ്ങി. പിന്നെ അമൃതം ഗമയ പ്രൊഡക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും നടക്കുകയാണ്. സോ ഈ വക കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ളൊരു സ്പേസ് കിട്ടിയത് ഇങ്ങനെ ഒരു ഫ്രീ എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും ഈ ഒരു സമയമാണ് നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാനും ക്രിയേറ്റീവായിട്ടൊക്കെ തിങ്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്പേസ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ എ വേ നല്ലതല്ല, പക്ഷേ കുറച്ച് നോക്കുവാണെങ്കിൽ അതിനെ നല്ലതാക്കി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നുണ്ട്, വായിക്കാൻ സമയം കിട്ടുന്നുണ്ട്, എഴുതാൻ സമയം കിട്ടുന്നുണ്ട്. പിന്നെ ഇതേപോലെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ലോക്ക്ഡൗൺ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. You started with Star Singer and then ഒരുപാട് ups and downs in your life, but that didn't matter much, but now you have overcome that. Looking back, how do you feel, from such a family who's so supportive and it helping your career so much? Like ഫാമിലി ആണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ലൈക്ക് യു സെഡ്, അമ്മയുടെ യൂത്ത് ടൈമിൽ ബെസ്റ്റ് ആക്ട്രസ്, പിന്നെ കോളേജ് ബെസ്റ്റ് ആക്ട്രസ് മിമിക്രി കാണിക്കും, ഡാൻസ് ചെയ്യും, അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ആയിരുന്നു. ലൈക്ക് അച്ഛൻ മ്യൂസീഷ്യനാണ്.
അപ്പോൾ എൻ്റെ ത്രൂ ഔട്ട് ആൻഡ് അഭിരാമി പറഞ്ഞ പോലെ രണ്ടുപേരുടെയും ഒരു മിക്സ് ആക്ടിങ്ങും സിംഗിങ്ങും കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരത്തേക്ക്. അപ്പോൾ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് തുടങ്ങിയിട്ടുള്ള എൻ്റെ ഒരു ലൈഫ് എടുത്ത് നോക്കുവാണെങ്കിൽ സ്കൂൾ ടൈമിൽ സ്കൂളിലെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റിലുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ വീട്ടിൽ ഒരിക്കലും പഠിക്കുന്നുള്ളൊരു പ്രഷർ എൻ്റെ പേരൻസ് തന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അവർ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെ മ്യൂസിക്കിനെ അത്രമാത്രം ഡിവൈനായിട്ടും പ്യുവറായിട്ടും കാണുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ. അപ്പോൾ ചെറുപ്പം തുടങ്ങി ലൈക്ക് ഞാൻ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്നത് അച്ഛൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ മ്യൂസിക് വാസ് ഓൾവേസ് ദെയർ ഇൻ മൈ ലൈഫ്. മ്യൂസിക് വാസ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരിക്കലും ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് വന്നതല്ല. ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് മൈ ഫാമിലി. അച്ഛൻ, അമ്മ, അവരുടെ എന്താ പറയുക സപ്പോർട്ടും അവരാണ് എല്ലാം തന്നിരിക്കുന്നത്. അപ്പം എന്താ പറയുക, ത്രൂ ഔട്ട് മൈ ലൈഫ് ഐ എം താങ്ക്ഫുൾ ടു ദെം ഓൺലി, മൈ ഫാമിലി. ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. ചിത്തിമന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവാ. Alright, Amrita, I'll just put you on hold right now. Moving on to my next guest. He is again a music composer, music director, as well as a singer. So he's been in the industry for quite a long time. And let me welcome him. He is Satish Ramachandran. Hi Satish, welcome to Kappa Prime Time. നമസ്കാരം. മ്യൂസിക് ഡയറക്ടറാണ്, പാട്ടുകാരനാണ്, അതോടൊപ്പം തന്നെ ഒരുപാട് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. Now looking back, how do you feel about all those years that you have been working in this media? ശരിക്കും കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങൾക്കിടയിലാണ് ഞാൻ സിനിമയിൽ എത്തുന്നത്. അതിനുശേഷം അതിനു മുമ്പ് ഒരു 27ഓളം ആൽബങ്ങൾ ചെയ്തു. എന്റെ ഫസ്റ്റ് ആൽബം മധുരാമൃതം എന്ന് പറഞ്ഞ ആൽബം ആയിരുന്നു. അതിനുശേഷം ചമേലി എന്ന് പറഞ്ഞ് ജോണി ശാഗരിക ഇറക്കിയ ഒരു ആൽബം വന്നു. ആ ആൽബത്തില് പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേര്, ഹരിഹരൻ, ബോംബെ ജയശ്രീ, MG ശ്രീകുമാർ, പിന്നെ മധു ബാലകൃഷ്ണൻ, വേണുചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് അതിനകത്ത് ഗാനങ്ങൾ ആലപിച്ചിരുന്നു. അതെനിക്ക് നല്ലൊരു അത്യാവശ്യം ഒരു ബ്രേക്ക് തന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് ഒരുപാട് വർക്കുകൾ വന്നു. ഒരു കൊണ്ടാട്ടം എന്ന് പറഞ്ഞൊരു മ്യൂസിക് കമ്പനിയായിട്ട് കോൺട്രാക്ട് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് എനിക്കുണ്ട്. അവരുടെ കുറെ പാട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുവഴി ചില നല്ല സുഹൃത്തുബന്ധങ്ങൾ വഴി സിനിമയിൽ എത്തിപ്പെട്ടു എന്ന് പറയാം. യാത്രക്കൊടുവിൽ എന്ന് പറഞ്ഞ മൂവി തിലകൻ സാറിന്റെ ലാസ്റ്റ് ഡബ് മൂവി ആയിരുന്നു അത്. ശ്രീജിത്ത് നായകനായിട്ട് വന്ന സിനിമ അത് ആദ്യം ചെയ്തു. അതിനുശേഷം രാജീവ്നാഥ് സാറിന്റെ പൂട്ട്, പിന്നെ ലൈക്ക എന്നൊരു മൂവി ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് സിൻജാർ എന്നൊരു മൂവി, അത് പാമ്പള്ളിക്ക് 2 ദേശീയ അവാർഡ് കിട്ടിയ ആ സിനിമയ്ക്ക് തന്നെ 2 ദേശീയ അവാർഡുകൾ ഉണ്ടായിരുന്നു. ഷിബു സുശീലൻ, സെവൻത് ഡേയുടെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഷിബു സുശീലൻ എന്ന് പറഞ്ഞായിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ. ലക്ഷദ്വീപിൽ പൂർണ്ണമായിട്ട് ചിത്രീകരിച്ച സിനിമ, അത് 2 ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കി. അതിലെ ഒരേ ഒരു ഗാനം ലക്ഷ്മി മേനോൻ എന്ന് പറഞ്ഞ ആക്ട്രസ് ആണ് പാടിയിരിക്കുന്നത്. അതായിരുന്നു എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ നല്ലൊരു സിനിമ. എല്ലാരും ചൊല്ലുണ്ടേലോ എങ്ങാണ്ടും കേക്കുണ്ടേലോ വെള്ളരി പ്രാവും പാറി നടക്കണ്ട അവയെല്ലാം ഹലാക്കിലാക്കാൻ ആകാശം മുട്ടെപ്പാറി റാഞ്ചാൻ കൊതിക്കും ബസ്കികളുണ്ടില്ലേ അല്ലാ അല്ലാ. അതിനുശേഷം സമയയാത്ര എന്നൊരു മൂവി ഇപ്പോ അതിൽ 2 പാട്ടുകൾ ഇപ്പൊ റിലീസ് ചെയ്തിട്ടുണ്ട്. വിതുര സുധാകരൻ എന്ന് പറഞ്ഞ ആളുടെ ഫിലിം. അതിനുശേഷം ഇപ്പൊ ഇനി ലൈക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വേറെ 1-2 നല്ല പ്രൊജക്ടുകൾ, പാമ്പള്ളിയുടെ തന്നെ സെക്കൻഡ് മൂവി അടക്കം 1-2 പ്രൊജക്ടുകൾ ഇപ്പോ കയ്യിലുണ്ട്. പിന്നെ കൊറോണ കാലം കഴിഞ്ഞിട്ട് അതൊക്കെ മൂവ് ചെയ്യാന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സജിന നല്ലൊരു ഗായകനാണ്. അപ്പം നമുക്ക് ഈ ചാറ്റ് ഷോ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നേ ഒരു പാട്ടിൽ നിന്നും തുടങ്ങാം.
ഐശ്വര്യമായിട്ടൊരു പാട്ട്. മഴ 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 മഴക്കള്ളി തുള്ളി 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 തുളുമ്പുന്നു മിഴികളിൽ ഈതളിട്ടു സ്വപ്നങ്ങൾ. മഴ 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 മഴക്കള്ളി തണുവിടും ഒരു വെയിൽ കാറ്റിൽ വിലോലയായി മയങ്ങിയോളിതുവരെ ഒരു കഥയുടെ ചിറകിൽ. സതീഷ് രാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേവരാജൻ മാഷായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഏകദേശം 9.5 വർഷം 10 വർഷത്തോളം വളരെ അടുപ്പമുള്ള ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. എങ്ങനെയാണ് ദേവരാജൻ മാഷായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് തുടങ്ങിയത്? ശരിക്കും ദേവരാജൻ മാഷയുടെ പേര് ഞാൻ ആദ്യം പറയുമ്പോൾ അതിനു മുമ്പ് എന്റെ ആദ്യ ഗുരുവിന്റെ പേര് ഞാൻ ഗുരുത്വത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. അത് മാത്രമാണ് നമുക്ക് ഗുരുത്വവും ഈശ്വരാനുഗ്രഹവും, വേറെ ഒന്നും നമുക്കില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു വളരെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോ എന്റെ ആദ്യ ഗുരു വയ്യാങ്കര മധുസൂദനൻ എന്ന് പറയുന്ന സംഗീത കോളേജിൽ പ്രൊഫസർ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അടുത്താണ് കർണാട്ടിക് മ്യൂസിക്കിൽ പഠിച്ചത്. ആ കാലയളവിൽ സംഗീത കോളേജിൽ പഠിക്കുന്ന ഒരു കാലയളവിലാണ് ഞാൻ ദേവരാജ മാഷ് അടുത്ത് യാദൃശികമായിട്ട്, അത് അവിടെ ഒരു ഗായകന്റെ ആവശ്യം വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ നിർബന്ധപൂർവ്വം എന്നെ കൊണ്ടുപോകായിരുന്നു. ശരിക്കും ദേവരാജ മാഷയുടെ പാട്ടുകളൊക്കെ റേഡിയോയിലൊക്കെ അന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വലിപ്പമോ അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ ആഴമോ അങ്ങനൊന്നും അറിയാത്ത ഒരു സമയത്താണ് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിപ്പെടുന്നത്. ആ കൂടിക്കാഴ്ച ഭയങ്കര രസാവഹമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു. ഞാൻ അറിയാതെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിപ്പെടുകയും അദ്ദേഹത്തിന് എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പാടി. അദ്ദേഹം ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ പതുക്കെ അദ്ദേഹം അന്ന് എന്നെ ഉൾപ്പെടുത്തിയ അതേ ഗ്രൂപ്പിന്റെ തന്നെ ചുമതല എന്നെ ഏൽപ്പിക്കുകയും ഇന്ന് അദ്ദേഹത്തിന്റെ അതേ നൊട്ടേഷൻസ് എല്ലാം എന്റെ കൈവശം മാഷ് മരിക്കുന്നതിന് മുമ്പ് തന്നെ മാഷ് അത് ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു മാഷുമായിട്ട് വളരെ അടുത്ത ഒരു ആത്മബന്ധം എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കഴിയുന്നത്. അതെ, അത് പറഞ്ഞപ്പോഴാണ് ദേവരാജൻ മാഷിന്റെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ട്രസ്റ്റില് ഡയറക്ടറായിട്ട്, ഇഫ് ഐ എം നോട്ട് റോങ്, ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുക അല്ലേ? അല്ല, ഇത് ദേവരാജ മാഷയുടെ ഒരു ട്രസ്റ്റ് ആണ് കേരളത്തിലുള്ളത്. അത് ജി ദേവരാജ മാസ്റ്റർ മെമ്മോറിയൽ ട്രസ്റ്റ് എന്നുള്ള പേരിൽ നമ്മളത് തിരുവനന്തപുരത്താണ് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മെയിൻലി നടക്കുന്നത്. അതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം അതിന്റെ അണ്ടറിൽ നമ്മൾ ദേവരാഗപുരം എന്നുള്ള പേരിൽ ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്നുണ്ട്. അതൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഡയറക്ടറായിട്ടും ഇരിക്കുന്നുണ്ട്. അത് മാഷിന്റെ കുടുംബവും അമ്മ ആണ് അത് ഇവിടെ പഠനം ചെയ്തത്. അപ്പം അങ്ങനെ എല്ലാവർക്കും, മാഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥാപനമായിട്ട് അത് ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ട് ഒരു 3 വർഷമായിട്ടുണ്ടാവും. അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ 300ഓളം കുട്ടികൾ ഇപ്പോൾ അവിടെ ദേവരാഗപുരത്ത് പഠിക്കുന്നു. സഖി നിലാവിലെന്നെ കാത്തു നിൽക്കുമോ, ഹൃദയം തരാം പതിഞ്ഞനാദം കാതിൽ മൂളുമോ. Okay, Satish, I'll just put you on hold for some time. Moving on to my next guest, he is Rakesh Brahmanandan. You all know him. He's a singer and also he's recently turned into a composer as well. So we'll get to know more about him. Hi Rakesh, welcome to Kappa Prime Time. Hi Cynthia. Hi, how are you? I'm good, thank you. Thanks a lot. So how's life treating you right now? Life is treating everybody not in a good way. Not in a good way. But we need to get along with it, and actually we got through it, I guess. Exactly. And it has affected the musicians the most because you are the ones in the forefront. ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ പാടിക്കൊണ്ട് നടക്കുന്ന എല്ലാവരെയും പൂട്ടിയിട്ടൊരു അവസ്ഥയാണ്. അതൊരു സൈഡ്. കാരണം we lost almost like 10 to 15 shows. Correct. But that was a shock for the first time. But later on we get adapted to the condition, and now things are better. Like many NRI friends are connecting us through live, like Zoom live, yes. Facebook live, and they are paying good. Okay. Thank God. Superb. Now even when the lockdown came up, പുതിയൊരു പ്ലാറ്റ്ഫോമാണ് സിംഗേഴ്സിനും മ്യൂസീഷ്യൻസിനും സ്പെഷ്യലി. ദേ ഹാവ് വേറൊരു ലോകം തന്നെയാണ്. നൗ ഇറ്റ് ഹസ് ബീൻ ട്രീറ്റഡ് ലൈക്ക് എവറിത്തിങ് ഇസ് ലൈക്ക് വെർച്വൽ ആൻഡ് മ്യൂസിക് ഇസ് ഓൾസോ വെർച്വൽ.
Yeah, see, actually, I would like to say, war is the father of all changes. Correct. I would like to quote that. So, what is it? It like there is going to be new normal in which we'll be witnessing many new things we are not used to be in the past. Correct. Like if ഇനി ഭാവിയിൽ ഒരു സമരം ഒന്നും സ്കൂളുകളെ കോളേജുകളെ ബാധിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ചില ഓഫീസുകളെ ബാധിക്കാൻ പോകുന്നില്ല, ചില വർക്കിനെ ബാധിക്കാൻ പോകുന്നില്ല. കാര്യം ഇപ്പൊ അടുത്ത ആഴ്ച ഒരു സമരം ഉണ്ടെങ്കിൽ schools will get accommodated to gone in online classes. Very true. Now, coming to your music career, you hail from a family where music is like, the topmost thing. And then your father actually wanted you to become a regular job time, a regular person who takes up a job and works 9 to 5. But then, again, you proved that that is not your type of job, and you chose what you exactly love to. How was your journey from then onwards? You're right, Cynthia. You observed it well. We are actually a musical family. Every member in our family sings. That's really, we used to wonder why it is happening so. Even we check 5 generation back or the new generation coming in, they all sing. Correct. That is really a blessing for us. We all were surviving with music, and we are pretty good in that also for the survival. Yes. I didn't expect that I'll be a singer because I didn't believe that I do have musical talent, Yeah. or the way I sing could be better or good in the future. But it all happened in course of time. It all happened, and of course you said the right thing. Like my dad doesn't want me to be a singer or a musician because he has struggled a lot in his time. And he doesn't want his son to be like that. That's why he told that you can take music, but you shouldn't take it as a main career. Correct. So he used to teach me, but at the same time, he insists me that that's okay. You can learn, you can understand music, but don't make it as a living, because he doesn't know whether I can at least survive like this. Yeah. But all the story changed. I'm so happy to be a singer right now and doing good. Super. So why not a song for our viewers? Just a. You mean my dad's song? Any song that you love to sing. Yeah, see, my dad is my guru and he taught me music, and always I bow in front of him whenever I start singing. And if it is a dad song, Wow. that's good, I guess. Yep. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നീലാവിറങ്ങി വന്നു നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു മയക്കമെന്തേ 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 മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ. ബ്രഹ്മാനന്ദൻ എന്ന് പറയുന്ന ഒരു വലിയൊരു സിംഗറിൻ്റെ മകനാണ്. സോ വെൻ യു സ്റ്റെപ്ഡ് ഇൻ ടു ദിസ് ലൈം ലൈറ്റ്, ഡെഫിനറ്റ്ലി എല്ലാവരുടെയും കണ്ണ് രാകേഷിൻ്റെ മുകളിലായിരിക്കും. ബിക്കോസ് ഇത്രയും വലിയൊരു മ്യൂസീഷ്യൻ്റെ മകനാവുക എന്ന് പറയുമ്പോഴത്തേക്ക് യു ഓൾസോ ഡിഡ് ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫിയർ, ഐ ഗെസ്. പീപ്പിൾ വുഡ് എക്സ്പെക്ട് ലോട്ട് ഓഫ് തിങ്സ് ഫ്രം യു ആസ് വെൽ. സോ ആ ഒരു സ്റ്റേജിൽ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പേടി ഇപ്പോഴും ഉണ്ട്. എല്ലാ പാട്ടിലും പേടിയുണ്ട്. Karim, it is always when the dad is big, people always expect that. That is not a problem for the people. Of course, it is how it works. Correct. They want a artist kid or a famous person's kid to be equally good as his dad. Exactly. Okay. That pressure is always on me, and I am responsible for that. I should deliver good products. Yes. Yeah, initially I was very frightened or feared, and I was very conscious also. Whenever I sing, this thought comes in, as you just said. Oh, am I doing something, at least something near to my dad's music? Always this comes in.
later on understanding much more ഒരുപാട് ഇങ്ങനെ മനസ്സിലാക്കി പോയപ്പോൾ I started gathering knowledge, practice, and somehow I'm trying to keep it good. But there is always നമ്മൾ പാടി തുടങ്ങുമ്പോഴത്തേക്ക് അച്ഛനെ പോലെ പാടുന്നുണ്ടോ, കുഴപ്പമില്ലല്ലേ, അല്ലെങ്കിൽ നന്നായി പാടാം അച്ഛനെ പോലെ പാടുന്നുണ്ടോ, അല്ലെങ്കിൽ അച്ഛൻ്റെ അത്ര പോരാ അല്ലേ, ഇതിൽ ഏതെങ്കിലും ഒരു ജഡ്ജ്മെന്റ് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഐ കാൺ ലീവ് വിത്ത് ഇറ്റ്. ഞാനത് ഇപ്പൊ ക്യാരി ചെയ്യാറില്ല. എന്റെ ബെസ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നുണ്ട്. സോ ഫാർ ഇറ്റ് ഈസ് ഗോയിങ് വെൽ. പിന്നെ ഇത് വലിയ അച്ഛന്മാരെ ചെറിയ മക്കൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ്. Expectations. All right, Rakesh, I'll just put you on hold. I'll come back to you. Moving to Amrita. Amrita എല്ലാവർക്കും ഒരു പൊന്നോമന കുട്ടി തന്നെയാണ് അന്നും ഇന്നും. Even now you are a mother, but still everybody treats you as their daughter. And ആ ഒരു ടൈമിൽ ഒരു തൊട്ടാവാടിയായിരുന്നു. എന്ത് ഒരു വഴക്ക് പറഞ്ഞാലും കരയുന്ന കൂട്ടത്തിലായിരുന്നു. ബട്ട് നൗ യു ഹാവ് ചേഞ്ച്ഡ് ആൻഡ് ദ പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ് ഹാസ് ചേഞ്ച്ഡ്. സോ ഐ ഹാവ് ലേൺഡ് ദാറ്റ് അമൃതയുടെ ആ ഒരു ജേർണിയിൽ എപ്പോഴും മ്യൂസിക് വാസ് ദെയർ ഫോർ യു, റൈറ്റ്? എത്രത്തോളമാണ് മ്യൂസിക് ലൈഫിനെ, ഇൻ യുവർ പേഴ്സണൽ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? ആക്ച്വലി അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. എനിക്ക് തോന്നുന്നു ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോ ആണ് അങ്ങനെ ഒരു എന്താ പറയുക വീട്ടിലെ കുട്ടി എന്നുള്ളൊരു സ്ഥാനം വാങ്ങിച്ചു തന്നത്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന സമയത്താണ് അതുണ്ടായത്. അപ്പം അതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എൻ്റെ ത്രൂ ഔട്ട് ലൈഫിൽ എല്ലാ കാര്യത്തിലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ളത് എന്താ പറയുക നിങ്ങൾ ഓരോരുത്തരുമാണ്, പ്രേക്ഷകരാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു ആ റിയാലിറ്റി ഷോ തന്നെയായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഈ പറഞ്ഞ പോലെ ഭയങ്കര തൊട്ടാവാടി തന്നെയായിരുന്നു. ഇപ്പോഴും പല സിറ്റുവേഷൻസിലും നമ്മൾ എന്താ പറയുക പൊട്ടിത്തെറിക്കാറുണ്ട്, സങ്കടം വരാറുണ്ട്. പക്ഷെ എന്നാലും ഐ തിങ്ക് ഐ എം മച്ച് ബെറ്റർ ദാൻ ബിഫോർ. പഴയ മാതിരി അല്ല ഏതായാലും. പിന്നെ മ്യൂസിക് എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂസിക്കാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. മ്യൂസിക്കും എൻ്റെ ഫാമിലിയും. ബിക്കോസ് എന്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും എന്നെ എൻ്റെ സ്വന്തം കാലിൽ നിർത്തിയിട്ടുള്ളത് മ്യൂസിക്കാണ്. ആ ഒരു കാരിയർ ആണ് എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും ഒക്കെ പാട്ട് കേൾക്കും, പാടും എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ കോൺഫിഡൻസ്, മുമ്പോട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് എന്നത് മ്യൂസിക്കാണ്. അപ്പം അതിനുള്ള എല്ലാ താങ്ക്സും അച്ഛനോടും അമ്മേനോടുമാണ്, ഗുരുക്കന്മാരോടുമാണ് പറയാനുള്ളത്. Wow, that's actually quite nice to hear from your side. എനിക്കൊന്ന് ജൂൺ എന്ന് പറയുന്ന ചിത്രത്തിൽ യു സാങ് മിന്നി മിന്നി എന്നുള്ള സോങ് ദാറ്റ് ഹിറ്റ് ദ ചാർട്ട് ടോപ്സ് ആൻഡ് അഗൈൻ അനദർ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്. അതിലെ ഒരു 2 വരി ഒന്ന് പാടാവും? ഡെഫിനറ്റ്ലി. അഗെയിൻ പറഞ്ഞ പോലെ കുറേ വർഷത്തിന് ശേഷം എനിക്ക് പ്ലേ ബാക്ക് കരിയറിലൊരു ബ്രേക്ക് കിട്ടിയ സോങ്ങാണ് മിന്നി മിന്നി എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ മിന്നി മിന്നി ഇഫ്തി എന്ന് പറഞ്ഞ പുതിയ മ്യൂസിക് ഡയറക്ടറാണ് ചെയ്തത്. ഇറ്റ്സ് സച്ച് എ സ്വീറ്റ് സോങ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഈ പാട്ടിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എവിടെ പോയാലും അമ്മമാരെ എന്നെ കാണിച്ചു കൊടുക്കുന്നത് മിന്നി മിന്നി പാടിയ ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ്. സോ ദാറ്റ് സോങ് ഈസ് വെരി സ്പെഷ്യൽ ടു മീ. ആൻഡ് പാപ്പുവിൻ്റെയും ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് സോങ്സ് മിന്നി മിന്നിയാണ്. ഇപ്പോൾ പുള്ളിക്കാരത്തി അൽഹംദുലില്ലാ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ മിന്നി മിന്നി പാടാം. മിന്നി മിന്നി കണ്ണ് ചിമ്മി നിന്നെ നോക്കി പാവപോൽ ഞാനിരിപ്പു വിങ്ങി വിങ്ങി ഒന്ന് മിണ്ടാൻ ഒന്നടുക്കാൻ ഞാൻ കാത്തേ നിൽപ്പൂ. അമൃതം ഗമയ, എഗൈൻ എ ബ്യൂട്ടിഫുൾ ബാൻഡ്. നിങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സ് ഒരു ഡ്യുവോ കോമ്പിനേഷനിൽ വന്നേക്കുന്ന എല്ലാ പാട്ടുകളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളുമാണ്. ആൻഡ് എവരിബഡി അഡോർസ് ദോസ് സോങ്സ്. കമ്മിങ് ടു മ്യൂസിക് മോജോ, എഗൈൻ ആ ഒരു സീസണിൽ പാടിയ പാട്ടുകളൊക്കെ വളരെയധികം അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുമുണ്ട്. ജസ്റ്റ് ടെൽ മീ അബൌട്ട് യുവർ എക്സ്പീരിയൻസ് വിത്ത് മ്യൂസിക് മോജോ. മ്യൂസിക് മോജോ ആൻഡ് കപ്പ TV എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ബിക്കോസ് അമൃതം ഗമയ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ലൈക്ക് ഐ വാണ്ടഡ് ടു ഹാവ് എ ബാൻഡ് ഫോർ മൈസെൽഫ് എന്നുള്ളൊരു ഡ്രീമായിരുന്നു. ആ ഡ്രീമിനെ റിയാലിറ്റി ആക്കി മാറ്റിയത് മ്യൂസിക് മോജോയും കപ്പ TVയാണ്. സോ അമൃതം ഗമയ്ക്ക് ഇപ്പോൾ 6 വയസ്സായി.
ഈ ഓഗസ്റ്റിൽ ഐ ഷുഡ് സേ 6 വയസ്സാവും. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ പോലെയാണ്. അപ്പോൾ അമൃതം ഗമയ ഇസ് ഡൂയിങ് റിയലി ഗുഡ്. നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തു. ഇനിയിപ്പോൾ ട്രാവൽ എന്നൊക്കെ ഉള്ളത് സ്വപ്നമായിരിക്കും, എന്നാൽ പോലും ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റി അമൃതം ഗമയായിട്ട്. ഐ ഹാവ് എ വണ്ടർഫുൾ ടീം. അതായത് അമേസിങ് മ്യൂസിഷ്യൻസ് ഉള്ള ഒരു ടീമാണ് നമ്മുടെ ഫുൾ അമൃതം ഗമയ എന്ന് പറയുന്നത്. കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്. അതേമാതിരി തന്നെ അമൃതം ഗമയുടെ ആദ്യത്തെ മ്യൂസിക്കൽ ആൽബം പ്രണാം എന്ന് പറഞ്ഞിട്ടാണ്. അതൊരു സീരീസ് ഓഫ് സോങ്സിൻ്റെ ഒരു പ്രോജക്റ്റാണ്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷനിലാണ് ഇപ്പോൾ റൈറ്റ് നൗ. സോ അമൃതം ഗമയുടെ ആദ്യത്തെ സീരീസ് മിക്കവാറും ഈ ഇയർ എൻഡിലേക്ക് ലോഞ്ച് ആവും. സോ വി ആർ ഓൾ എക്സൈറ്റഡ്, റിയലി എക്സൈറ്റഡ്. പാട്ടുകളൊക്കെ അഭിരാമിയാണ് ബേസിക്കലി മ്യൂസിക് കമ്പോസിങ് പാർട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഞാൻ ആളുടെ പുറകിലൊരു സപ്പോർട്ട് മാത്രമാണ്. സോ കമ്പോസിങ് സൈഡ് ഷീ ഹാസ് ഡൺ റിയലി ഗുഡ്. അതേ മ്യൂസിക് പ്രൊഡക്ഷൻ അനൂപാണ് ചെയ്തത്. ഇറ്റ് ഹാസ് കം ഔട്ട് റിയലി ഗുഡ്. ഐ എം ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ അമൃത ഒരു പാട്ടും കൂടെ പാടിത്തരാവും, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഞാനൊരു ഭയങ്കര ഓൾഡ് ഹിന്ദി സോങ്സിൻ്റെ ഫാനാണ്. സ്പെഷ്യലി ലതാജിയുടെ വലിയൊരു ഫാനാണ്. ഇപ്പോൾ ഞാനൊരു പഴയ ഹിന്ദി സോങ്ങിൻ്റെ 2 വരി പാടാം. आज जाने की जिद ना करो, आज जाने की जिद ना करो, यूं ही पहलू में बैठे रहो, यूं ही पहलू में बैठे रहो, आज जाने की जिद ना करो. Wow, super. So nice to hear you sing. Well, ini അടുത്ത എന്താണ്? What is your plan next? Of course, we see your songs in YouTube and എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അമൃതയും അഭിരാമിയും വളരെ ആക്റ്റീവായിട്ടുണ്ട്. But apart from that, what is your future project? Is there anything waiting? അല്ലെങ്കിൽ ഈ കോവിഡ് കാരണം എന്തെങ്കിലും ബ്ലോക്കായി നിൽക്കുവാണോ? കോവിഡ് കാരണം ബ്ലോക്കായി നിൽക്കുന്ന പ്രോജക്ട്സ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യണം. ഈ പറഞ്ഞ മാതിരി അമൃതം ഗമയുടെ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് അമൃതം ഗമയ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. സോ അതിൻ്റെ പ്രീ പ്രൊഡക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞ മാതിരി സർപ്രൈസ് ആയിട്ട് വെച്ചിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ അറിയിക്കാം. സോ പ്ലീസ് പ്രേ ഫോർ അസ്, ബ്ലെസ് അസ്, എല്ലാം ശരിയായിട്ട് വരാനായിട്ട്. ദാറ്റ്സ് ഓൾ. कभी कभी मेरे दिल में ख्याल आता है, कभी कभी मेरे दिल में ख्याल आता है. Alright, that's so nice from your end, അമൃത. എന്തായാലും ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ ഇടവരട്ടെ, ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ ഇടവരട്ടെ. Thanks a lot for being on our show and it was actually a pleasure for me to have a chat with you. Thank you so much, Amrita. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞാനാണ് താങ്ക്സ് പറയേണ്ടത്. ബിക്കോസ് I'm again and again I should say like Kappa TV and Music Mojo എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. അപ്പോൾ again Kappa TVയുടെ തന്നെ Kappa TV is like a family to me actually. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാവാനായിട്ട് പറ്റിയതിൽ, ഇപ്പോൾ എന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്തതിൽ, ഇത്രയും വിശേഷങ്ങൾ ചോദിച്ചതിൽ ഞാനാണ് താങ്ക്സ് പറയുന്നത്. ആൻഡ് എല്ലാവരോടും പറയാനുള്ളത് സ്റ്റേ സേഫ്, ബി ഹോം. എല്ലാം മാറും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ശരിയാവട്ടെ. ആൻഡ് താങ്ക് യു സ്പെഷ്യലി ഫോർ ഹാവിങ് ദിസ് ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ. യു മേഡ് മീ സോ കംഫർട്ടബിൾ. സോ താങ്ക് യു സോ മച്ച്.
And thank you Kappa TV, and thank you all of you. Bye. Moving on to my next guest, he is a photographer. His name is Tonu Sunny. So he's got lots to talk about photography as well. So let's have a chat with him. Hi Tonu, welcome to Kappa Prime Time. Hi. ടോണു വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് ഫോട്ടോഗ്രാഫി, ഫാഷൻ ഫോട്ടോഗ്രാഫി എസ്പെഷ്യലി ഐ മസ്റ്റ് ടെൽ യു. സോ ഈ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫിയിലേക്ക് എങ്ങനെയാണ് ടോണു എത്തിപ്പെടുന്നത്? ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് വന്നത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ബെർക്കടി, അപ്പോൾ ഋഷി ജോസഫ് എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ ഫാദർ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ആദ്യം എന്താ പറയുക അവിടെ എപ്പോഴും പോവുകയും അവരുടെ വീട്ടിൽ നല്ലൊരു ബന്ധമായിട്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ എന്താ പറയുക അങ്കിളുടെ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടിട്ട് ആദ്യം കുറച്ച് വരയും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ആ പെയിൻറ്റിങ് ഇൻസ്പയർഡ് ആയിട്ടാണ് കുറച്ച് നാൾ അങ്ങനെ നടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വെച്ച് കുറച്ച് എൻ്റെ ഫോട്ടോസ് എടുത്തു. അപ്പോൾ എനിക്ക് അതിനോട് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഫോട്ടോഗ്രാഫി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചുകൂടെ ഫോട്ടോഗ്രാഫി അങ്ങനെ കുറച്ച് അങ്കിളിനോട് അടുത്ത് ചോദിക്കുകയും കുറച്ച് എന്താ പറയുക കുറച്ച് അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് കുറേ പേരുടെ പുറകെ നടക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് വരുന്നത്. ഫോട്ടോഗ്രാഫി നമുക്ക് പലർക്കും പല രീതിയിലാണ്. ദർ മൈറ്റ് ബി പീപ്പിൾ ഹൂ ജസ്റ്റ് ഗെറ്റ് ഇൻട്രസ്റ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് ഗെറ്റ് ടു സ്റ്റഡി ആൻഡ് ദെൻ വരുന്നതായിരിക്കും. പക്ഷെ എന്നാൽ പോലും നമുക്ക് എപ്പോഴും നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഗുരുക്കന്മാരുണ്ടാവും. ടൂണുവിന് എങ്ങനെയാണ്? ഡിഡ് യു ഹാവ് സംബഡി ടു ഗൈഡ് യു അറ്റ് എ വെരി ഇനിഷ്യൽ സ്റ്റേജ്? ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ഫോട്ടോഗ്രാഫി? ഫോട്ടോഗ്രാഫിയിലൊരു ഗുരുവാണ് എനിക്കുള്ളത്. ജോർജ് തോമസ് എന്നാണ് സാറിൻ്റെ പേര്. സാറിൻ്റെ കൂടെ ഞാനൊരു 6 വർഷത്തിന് മുകളിലുണ്ടായിരുന്നു. ഞാൻ എന്താ പറയുക ഞാനൊരു 6 വർഷം സാറിന് അസിസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ ചെറിയ ചെറിയ വർക്ക്സ് ഒക്കെ എടുത്തിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. പിന്നെ ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാനൊരു ഇത് നോക്കി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ പോർട്ട്ഫോളിയോ കുറച്ച് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു പോർട്ട്ഫോളിയോ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് പോവുക ചെയ്തത്. അങ്ങനെയാണ് പിന്നെ വർക്ക്സ് നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെ പിന്നീട് അങ്ങനെ വന്നു. Oh, nice to know. That's so nice to hear. I've seen a lot of photographs of yours very recently, which I came across is that എല്ലാത്തിനും ഒരു തീമാണ്. It is not just like random clicks. Everything has a theme connected to it. How do you choose this? എങ്ങനെയാണ്? What is your photography style? ഡിഫറെൻറ്റ് തീംസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഞാൻ എടുക്കുന്ന വെച്ചാൽ ഞാൻ നന്നായിട്ട് റെഫർ ചെയ്യും. അപ്പോൾ ആക്ച്വലി റെഫറൻസ് എടുത്തിട്ട് ആണ് നമ്മളൊരു വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ടാവും, മറ്റുള്ളവർ കണ്ടിട്ടുള്ളതുണ്ടാവും. അപ്പോൾ അങ്ങനെ വിഷ്വലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാത്തൊരു സാധനം വളരെ ബുദ്ധിമുട്ടാണ് വിഷ്വൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കണ്ടൊരു സാധനത്തെ നമുക്ക് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വേറെ എന്തെങ്കിലും ആക്കി മാറ്റാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ റെഫറൻസ് ആണ് കൂടുതൽ എടുത്തിട്ട് അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് അതിലേക്ക് വേറൊരു തീമിലേക്ക് വരിക. അല്ലെങ്കിൽ ഒരു തീം ഉണ്ടാക്കിയിട്ട് ആ തീമിനനുസരിച്ച് വർക്ക് ചെയ്യാൻ ഷൂട്ട് ചെയ്യാനുള്ള ചില സമയങ്ങളിൽ ചാൻസ് എടുക്കാറുണ്ട്. ചിലപ്പോൾ നാച്ചുറലായിട്ട് ഷൂട്ട് ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് എന്തെങ്കിലുമൊക്കെ മാറ്റി ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും ചിലപ്പോൾ സാധിക്കും, ചിലപ്പോൾ രീതിയിൽ പഴയ നമ്മൾ സ്ഥിരം പാറ്റേണിലേക്ക് തന്നെ തിരിച്ചു പോകാറുണ്ട്. Recently when I just scrolled in your Insta handle, I happened to see a lot of pictures, so beautifully taken and amazing pictures, I must tell you. What are the preparations that you do normally take before taking a photograph? എന്താണ് ഒരു homework ചെയ്യുന്നത്? Because every picture that I saw had something inside it, and it's not just a click that you didn't let out of the blue എടുക്കുന്ന ഒരു ക്ലിക്ക് പോലെ അല്ലായിരുന്നു. Just tell me, do you do any homework or is there any preparations that you take before that? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഷൂട്ടും അതിന് വേണ്ടിയിട്ടും അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകാറ്. എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു തീം ഒരാൾ ഇപ്പം സെലിബ്രിറ്റീനെ അല്ലെങ്കിൽ മോഡലിനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അയാൾക്ക് പറ്റിയൊരു തീം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി. ആ തീം കണ്ടുപിടിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ എല്ലാ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരിക്കും. ബഡ്ജറ്റ്, ലൊക്കേഷൻസ്, അങ്ങനെ പല കോസ്റ്റ്യൂംസ്, ഇതെല്ലാം കൂടി ഇൻവോൾവ് ആയിട്ടുള്ളൊരു തീം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അത് പേഴ്സണലി മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മീറ്റ് ചെയ്യും. കാര്യം ഷൂട്ടിന് വരുന്നതിന് മുമ്പ് മീറ്റ് ചെയ്യുന്നത് നമുക്ക് ഗുണം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കംഫർട്ട് സോണിലെത്തും. മീറ്റിങ്ങിന് മുമ്പ് എന്താ പറയുക ഷൂട്ടിന് മുമ്പ് നമ്മൾ മീറ്റ് ചെയ്താൽ
എന്നിട്ട് നമ്മൾ ആ ഒരു തീം കണ്ടുപിടിച്ചിട്ട് അവർക്ക് പറ്റിയ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് തോന്നുന്ന അവരുടെ കോസ്റ്റ്യൂംസ്, ലൊക്കേഷൻ, ഇതിനെല്ലാം കൂടെ റിലേറ്റഡ് ആയിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു തീം കണ്ടുപിടിച്ച് ആ തീമിനനുസരിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാൻ മിക്കവാറും എല്ലാം നോക്കാറ്. Alright, Tunu, I'll just put you on hold for some time and I'll come back to you. Moving on to Satish. സതീശന് വളർന്നു തന്നെ ഒരുപാട് അംഗീകാരങ്ങളും കിട്ടിക്കൊണ്ട് തന്നെയാണ്. ഏകദേശം 300ഓളം സർട്ടിഫിക്കറ്റുകൾ ചെറുപ്രായത്തിൽ, ഞങ്ങൾക്കൊക്കെ അന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 300ഓളം സർട്ടിഫിക്കറ്റ്, അതായത് കോമ്പറ്റീഷൻസിൽ വേറെ എല്ലാവരെയും തോപ്പിച്ച് മുന്നിൽ വന്ന് അങ്ങനെ വന്ന ഒരു ഗായകൻ തന്നെയാണ്. എത്രത്തോളമാണ് ഫാമിലി ഇതിൽ സപ്പോർട്ടീവായിട്ടുള്ളത്? ശരിക്കും ഞാൻ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മാറനാട്, കൊല്ലം ജില്ലയിലെ മാറനാട് എന്ന് പറയുന്ന ഒരു സാധാ ഗ്രാമത്തില് ആണ് ഞാൻ എന്റെ ജനനം. ശരിക്കും പറഞ്ഞാൽ എന്റെ നാട്ടിൽ നിന്ന് സംഗീതം പഠിക്കാനായിട്ട് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ചേക്കേറിയ ആള് ഞാനാണ്. അത് AP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ കരുണയോടുകൂടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരുപക്ഷെ ഈ തിരുവനന്തപുരം പറഞ്ഞ സ്ഥലം ഞാൻ കാണത്തില്ലായിരുന്നു. കാരണം എന്റെ അച്ഛനും അമ്മയും സാധാരണ അവർക്ക് ഈ സംഗീതം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമോ അങ്ങനെയുള്ള ഒന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛന്റെ രാമേന്ദ്രൻ എന്നാണ് അച്ഛന്റെ പേര്, രാമേന്ദ്രൻ പിള്ള എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു ധൈര്യം അന്ന് ഈ AP രാമകൃഷ്ണൻ സാറ് പറഞ്ഞെങ്കിൽ പോലും അച്ഛന് കൊടുത്ത ഒരു ധൈര്യത്തിന്റെ പുറത്ത് അന്ന് അച്ഛൻ പെർമിറ്റ് ചെയ്യണമല്ലോ, അങ്ങനെ അച്ഛന്റെ ഒരു ധൈര്യത്തിൽ അന്ന് ഇല്ലായ്മയുടെ ഒരു നടുവിൽ നിന്ന് തന്നെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നത്. അപ്പൊ അതിനുശേഷം എനിക്ക് ഈ പറഞ്ഞ പോലെ ഗുരുക്കന്മാരുടെ, പിന്നെ ബാക്കി ഞാൻ ഈ പറയുന്ന പോലെയാണ്. ഞാൻ എപ്പോഴും എന്നെ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, കാരണം ഇത് എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. ഞാൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് എങ്ങനെയൊക്കെയാണ് ഇവരുടെയൊക്കെ അടുത്ത് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ നല്ല ഇപ്പൊ വയ്യാങ്കർ സാറിനെ കണ്ടുമുട്ടിയത്, ദേവരാമാഷെ കണ്ടുമുട്ടിയത്, ഇതൊക്കെ ഞാൻ ശരിക്കും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങനൊരു നിലയിൽ നിന്നല്ല ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ അംഗീകാരങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ അന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ ചിലടത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ 300 സർട്ടിഫിക്കറ്റുകളായിട്ട് സംഗീത കോളേജ് വരുമ്പോൾ അവർ പറഞ്ഞ സർട്ടിഫിക്കറ്റ് അവിടെ ഇരിക്കട്ടെ, ക്ലാസിക്കൽ എന്തെങ്കിലും പാടാൻ പറഞ്ഞൊരു അനുഭവം ഉണ്ട് എനിക്ക്. പക്ഷെ ആ സർട്ടിഫിക്കറ്റുകൾ അന്ന് കുറെ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകള്, ജില്ലാ കലോത്സവങ്ങള്, ഈ പറഞ്ഞ പോലെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരുപാട് മത്സരങ്ങള്, സ്കൂൾ തലത്തിൽ നിന്ന് ജില്ലാ കലോത്സവങ്ങള്, അങ്ങനെ പിന്നെ സ്റ്റേറ്റ് ലെവൽ വരെ പോയി മത്സരിച്ച് ധാരാളം സർട്ടിഫിക്കറ്റുകൾ അന്ന് പാടി. അത് ലൈവ് മ്യൂസിക് മാത്രമേ ഞാൻ പാടുള്ളൂ. അത് റേഡിയോയിൽ നിന്ന് കേട്ട് പഠിച്ച് MG രാജ് സാറും പെരുമ്പാവൂർ സാറും ഒക്കെ ആയിരുന്നു നമ്മുടെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ എന്റെ ആദ്യം ഗുരുസ്ഥാനീയരായിട്ട് ഞാൻ കാണാറുണ്ട്. കാരണം അവരുടെ പാട്ടുകൾ കൃത്യമായിട്ടിരുന്ന് കേട്ട് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇരുന്ന് കേട്ട് പഠിച്ചിട്ടാണ് ഞാൻ മത്സരത്തിന് പോകുന്നത്. 18ാമത്തെ വയസ്സിലാണ് ശരിക്കും സംഗീതം പഠിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് എന്റെ ഒരു കരിയർ. പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട്, ശരിക്കും നമ്മള് പിന്നെ ഇതുവരെയുള്ള നമ്മുടെ കരിയറിൽ ഫാമിലിയുടെ സപ്പോർട്ടും വളരെ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സിനിമയിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുന്നത്? സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ശരിക്കും സിനിമയില് ഞാൻ എത്തിപ്പെടും. ഞാൻ പറഞ്ഞില്ല, ചമേലി എന്ന് പറയുന്ന ഡോക്ടർ സുജീവ് പ്രൊഡ്യൂസ് ചെയ്ത വലിയൊരു ആൽബം, അത് ജോണി സാഗരികയുടെ പുറത്ത് വന്നതിന് ശേഷമാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻക്വയറി വരുന്നത്. അതിന് കാരണമായത് ഇന്നത്തെ ഏറ്റവും ടോപ്പ് ക്യാമറമാൻമാരിലൊരായിട്ടുള്ള സീനു സിദ്ധാർത്ഥ് എന്ന് പറയുന്നത് അഡാർ ലവിന്റെ ഒക്കെ ക്യാമറമാനാണ്. അദ്ദേഹത്തിന്റെയും സെൽവരാജ് എന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം സിനിമ അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അവര് രണ്ടുപേരുമാണ് എന്നെ ശരിക്കും ഈ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ആദ്യമായിട്ട് എന്നെ കൊണ്ടുവരുന്നത്. അതാണ് യാത്രക്കൊടുവിൽ എന്ന് പറഞ്ഞ മൂവി. അതിൽ 5 ഗാനങ്ങളായിരുന്നു. ഈ 5 ഗാനങ്ങളിലും യൂട്യൂബിൽ കാണാൻ കഴിയും. അത് സത്യം ഓഡിയോസ് ആയിരുന്നു റിലീസ് ചെയ്തത്. അരുണിമ തൂകി കുളിരല കോരി അകലെ അകലെ ഒരു തീരം സുരഭിലമാകും ഒരു സുഖകാലം കരളിൽ തെളിയും ചില നേരം. അതിനുശേഷം രണ്ടാമത് സംഭവിക്കുന്ന പടം ഷെർലക് ഹോംസും നാടൻ നായയും ഒരു പടമായിരുന്നു എനിക്ക് വന്നത്. അതിന്റെ ഒരു പകുതിയോളം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ അത്
പോയി. അന്ന് ആ മുടങ്ങിപ്പോയ അതേ ഡയറക്ടറുടെ തന്നെ സിനിമയാണ് ഇപ്പോ ലൈക്ക എന്നുള്ള സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ കഴിഞ്ഞ വർഷം 5 സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയ ദേഹാന്തരം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ മ്യൂസിക് ഞാനാണ് ചെയ്തിരുന്നത്. അങ്ങനെ പതുക്കെ ആ ഒരു ബേസിൽ പല ബന്ധങ്ങൾ, ഞാൻ പറഞ്ഞില്ല പാമ്പള്ളിയായിട്ടുള്ള എന്റെ സൗഹൃദം, പാമ്പള്ളി മറ്റൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് കണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമ സംഭവിക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുന്നു. അങ്ങനെ ആ വലിയൊരു ഫിലിം, ഒരുപക്ഷെ നാഷണൽ അവാർഡ് കിട്ടിയ ഇങ്ങനത്തെ ഫിലിമിന്റെ ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞു. പിന്നെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ച് ആൽബർട്ട് അലക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കെയർ ഓഫിലാണ് ഞാൻ രാജീവ് നാഥ് സാറിന്റെ, നമ്മുടെ നാഷണൽ അവാർഡ് വിന്നറും ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുള്ള രാജീവ് നാഥ് സാറിന്റെ പടത്തിലേക്ക് എത്തിപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു എനിക്ക് വീട്ടിലിരുന്ന് കമ്പോസ് ചെയ്യണം, വീട്ടില് എന്റെ മുമ്പിൽ ഇരുന്ന് പാട്ട് ചെയ്യണം എന്നുള്ള നിർബന്ധം പറഞ്ഞു. അദ്ദേഹം ഒരുപാട് വലിയ സംഗീത സംവിധായകരെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്നാണ് ഞാൻ പിന്നെ പൂട്ട് എന്ന് പറയുന്ന സിനിമ, അത് കംപ്ലീറ്റ്ലി ഗൾഫിൽ ചെയ്തൊരു പടമാണ്. ആ സിനിമ രാജീവ് നാഥ് സാറിന്റെ പടത്തിൽ എനിക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റി. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്തിന്റെ ലാസ്റ്റ് സെക്കൻഡിൽ സാധനം പൂട്ടും. ഇനി നിങ്ങൾ എന്നെ ജീവനോട് കാണില്ല, ഞാൻ മോളിൽ താഴ്ചാടി ചാവും. അങ്ങനെയെങ്കിലും ഈ കരിങ്കല്ല് മനസ്സ് നോട്ടയുമല്ലോ. ഞാൻ തിരികെ വിളിക്കാൻ വരുമെന്ന വ്യാമോഹത്തിൽ നീ പോകണ്ട, കാണിച്ചു തരാം ഞാനിന്ന്. അതിനുശേഷമാണ് ഈ പറയുന്ന സമയയാത്രയും ഇപ്പോ ഒരു കൊമേഴ്ഷ്യൽ മൂവിയാണ് ലൈക്ക എന്ന് പറയുന്നത്. ഫുൾ കോമഡി ബാക്കപ്പ് ഉള്ള ഒരു സിനിമ. അതില് 4 പാട്ടുകളുണ്ട്. ഡോക്ടർ ആഷാഢ് ശിവരാമന്റെ പടം. അത് അങ്ങനെ എത്തി നിൽക്കുന്നു. ഇനി ഒരു ശരിക്കും പറഞ്ഞാൽ 2 പ്രോജക്റ്റുകൾ, നല്ല പ്രൊജക്ടുകൾ ഞാനും പാമ്പള്ളിയും സൈൻ ചെയ്തിട്ടുണ്ട്. പാമ്പള്ളിയുടെ തന്നെ മറ്റൊരു സെക്കൻഡ് മൂവി, അതായത് കൊമേഴ്ഷ്യൽ മൂവിയാണ്. അതിന്റെ ഫൈനൽ ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം സജീവ് ഭാസ്കർ എന്ന് പറഞ്ഞ എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ കെയർ ഓഫിൽ ഒരു സിനിമ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സിന്ധ്യ ചോദിച്ച പോലെ ഈ സിനിമയിലേക്ക് ഇങ്ങനെ ഓരോ വഴികളിലൂടെ പാട്ടുകളിലൂടെ അങ്ങനെ എത്തിപ്പെട്ട് യാത്ര ചെയ്യുന്നു. അടിപൊളി. എന്തായാലും വളരെ സന്തോഷമുണ്ട് സതീഷ് ചേട്ടാ. നമുക്ക് അവസാനമായി ഒരു പാട്ടും കൂടി കേൾക്കാം. മഴയിൽ നനയുകയോ പറയുവാനരുതാതെ മോഹമേ കരളിലലിയുകയോ ഇടറിയൊരു കുറിയരികിലും അരികയാ തണലു തേടുകയാ കുളിരുമേയുകയാ. അടിപൊളി. എന്തായാലും സതീഷ് ചേട്ടാ വളരെ സന്തോഷം. ഒരുപാട് നല്ല പാട്ടുകൾ കേൾക്കാനും പറ്റി, അതോടൊപ്പം തന്നെ അപ്ഡേറ്റഡും ആയിട്ടുണ്ട്. ഇപ്പൊ എന്താണ് വിശേഷം നടക്കുന്നത്? അല്ല, എനിക്കും നമ്മളെ ഒരുപാട് കാലമേ കാണാതിരുന്നിട്ട് എന്താ പറയുക, എവിടെ എത്തി സിന്ധ്യയും ഇപ്പൊ എവിടെ വരെ എത്തി, ഞാനിവിടെ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം എനിക്കും ഉണ്ട് കേട്ടോ. വളരെ സന്തോഷം. ഓരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ. അതെ, എല്ലാരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓൾ ദി വെരി ബെസ്റ്റ് സതീഷ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്. എല്ലാം നന്നായി സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. Moving on to my guest Rakesh. So you started your playback singing. ആദ്യം പാടുന്ന film is ആനച്ചന്തം എന്ന് പറയുന്ന ഫിലിമിലാണ്, way back in 2006-8 I guess, right? Yeah, no. Anachandam happened 2007. Yeah, okay. So അതിനുശേഷം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഒരുപാട് സ്റ്റേജ് ഷോസിൽ രാകേഷിനെ കണ്ടിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നൗ മ്യൂസിക് കമ്പോസിങ്ങിലേക്കാണ് ഇപ്പോൾ രാകേഷിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് വന്നിരിക്കുന്നത്. ആൻഡ് അഗൈൻ ദ ഫിലിം ദാറ്റ് യു ഡിഡ്, 18-ാം പടി, ഒരു ബിഗ് സ്റ്റാർസ് ഒക്കെ ഉള്ള ഒരു ഫിലിമിൽ തന്നെയാണ് യു ഡിഡ് മ്യൂസിക് ഓൾസോ. Just walk me through the journey ever since you started as a playback singer. ഞാൻ ശരിക്കും പറഞ്ഞ കോളേജ് കഴിഞ്ഞിട്ടാണ് പാടി തുടങ്ങുന്നത്, ചെറിയ വർക്കിനൊക്കെ. പിന്നെ അച്ഛൻ 2004 മരിക്കുന്നു. മൈ ഫസ്റ്റ് മൂവി വാസ് ഹാപ്പനിങ് ഇൻ 2006-2007 ആ സമയത്താണ്. അത് ആക്ച്വലി അച്ഛന്റെ മരണത്തിന് ശേഷം ഐ വാസ് കോൾഡ് ബൈ VR സുധീഷ്, ഫേമസ് റൈറ്റർ. അവരൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരുന്നു, അച്ഛന്റെ അനുസ്മരണ പരിപാടി. അപ്പോ അതിൽ ഞാൻ പാടി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ
സാക്ഷാൽ ജയരാജ് സാർ ഡയറക്ടർ ഇങ്ങനെ പടിയുടെ അവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്റെ ശബ്ദം ഇഷ്ടപ്പെട്ടു, എന്റെ അടുത്ത പടത്തിൽ നിനക്ക് പാടാം എന്ന് പറഞ്ഞു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, രാകേഷ്, യുവർ സോങ് ഇസ് റെഡി, ഗോ ടു തൃശ്ശൂർ ചേതന സ്റ്റുഡിയോ ആൻഡ് സിംഗ് ദ സോങ് എന്ന് പറഞ്ഞു. അരികിൽ വരൂ വസന്തമായി മനസ്സിൽ മലർ ചൊരിഞ്ഞിടാൻ കൊതിയായി കവിളിൽ ഇതൾ നീർത്തു നീ പനി നീർക്കുളിർ കാറ്റുപോൽ മുകരാൻ. അതിനുശേഷം പിന്നെ സെക്കൻഡ് പാടുന്നത് ഞാൻ മഹാനായ എന്റെ എന്താ പറയാ ഗോഡ് ഫാദർ മ്യൂസീഷ്യൻ എന്ന് ഞാൻ കരുതുന്ന രാജാ സാറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എത്രയെങ്കിലും വർഷം കാത്തിരുന്ന് പോകുന്ന ഒരു അമ്പലത്തില് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടെ ചെന്ന് ഈ എന്താ പറയാ പ്രതീക്ഷയുടെ കഥ തുറന്നു. സാക്ഷാൽ ഇളയരാജ സാർ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അദ്ദേഹം എനിക്ക് പാട്ട് പറഞ്ഞു തന്നു. എന്നിട്ട് അത് റെക്കോർഡ് ചെയ്തു. ആ പാട്ട് പക്ഷേ അതൊരു കോളേജ് സോങ് ആയിരുന്നു. എനിക്കൊരു ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സാക്ഷാൽ മമ്മൂക്കയുടെ സിനിമയിൽ, മമ്മൂക്ക ആദ്യമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് പ്ലേ ഹൗസ് എന്ന ബാനറിലാണ്. ജവാൻ ഓഫ് വെള്ളിമല എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മമ്മൂക്കയ്ക്ക് വേണ്ടി ശബ്ദം കൊടുക്കുന്നത്. അതിന്റെ ഫുൾ ക്രെഡിറ്റ്, സ്നേഹം, എല്ലാ കടപ്പാടും മ്യൂസിക് ഡയറക്ടർ, ദ നാഷണൽ അവാർഡ് വിന്നർ ബിജി ബാലേട്ടനാണ്. ആ പാട്ടൊന്ന് പാടാവോ? ഓക്കെ. ഏലങ്കിടി ഏലേലങ്കിടി ഏലേലങ്കിടി ഏലേലോ ദിന 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 ദിനധാ ഏലങ്കിടി ഏലേലങ്കിടി ഏലേലങ്കിടി ഏലേലോ ദിന 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 ദിനധാ. ആൻഡ് രാകേഷിന് ഇപ്പോഴത്തെ ഒരു വിശേഷം പറയുകയാണെങ്കിൽ ജസ്റ്റ് ബിഫോർ ലോക്ക്ഡൌൺ തമിഴിലും പാടിയിരുന്നു അല്ലേ? ഇപ്പൊ തമിഴ് ഫിലിം വിച്ച് ഇസ് യെറ്റ് ടു റിലീസ്. തമിഴില് ഞാൻ ഒരു സിനിമയ്ക്ക് കമ്പോസ് ചെയ്യാണ്. തമിഴില് പാടിയിട്ടുണ്ട്. ഇഷാന്റെ പടത്തില്, ഇഷാൻ ദേവ് തമിഴില് കമ്പോസ് ചെയ്തപ്പോ ഞാനും റീത്ത എന്ന് പറഞ്ഞൊരു സിംഗറായിട്ട് ചേർന്നൊരു കോമ്പിനേഷൻ സോങ് പാടിയിരുന്നു. ഇപ്പൊ ഇത് പ്രശാന്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ട് ചെയ്യുന്ന ഒരു തമിഴ് ഫിലിമാണ്. ചിത്ര ചേച്ചിയാണ് പാട്ട് പാടിയിരിക്കുന്നത്. മുരുകൻ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹമാണ്, മുരുകൻ മന്ദിരമാണ് പാട്ട് എഴുതിയിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ആഫ്റ്റർ മലയാളത്തിൽ കമ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ തമിഴിലേക്കാണ് പോകുന്നത്. ഹോപ്പ്ഫുള്ളി യു വിൽ ഗോ ടു അതർ ലാംഗ്വേജസ് ആസ് വെൽ. ഹേമന്ത പൗർണമിരാവിൽ കരമനയാറ്റിൻ തീരത്ത് മമതാമകനനയിൽ കൈകളിൽ അമരൻ കാമിനി അലയും നേരത്ത് നാണത്താൽ കണ്ണുകളിടറി തെറ്റിമറിഞ്ഞനുരാഗത്താൽ നീലത്തി മട്ടുപ്പാവിൽ കട്ടിലൊട്ടിയ കോലത്തിൽ കുണ്ഠിതനായി നീ ലോലുപയായി ഞാൻ ഇരുളിൽ തിരയും നേരത്ത്. Okay, Rakesh. Anyways, it was really nice talking to you. I know there are a lot of other things to talk about as well, so maybe some other time. But thank you so much for spending so much time with us and having a chat with us. Thank you so much, Cynthia. It was really great talking to you and having this whole session. Thank you a lot. Thanks a lot, Rakesh. Moving on to Tunu. Tunu ഒരുപാട് ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് വെരി അൺഫെയർ ഫ്രം മൈ പാർട്ട് ടു ആസ്ക് യു വിച്ച് ഇസ് ദ ബെസ്റ്റ് ഫോട്ടോഷൂട്ട് ദാറ്റ് യു ഹാവ് ഹാഡ്, ബട്ട് ഐ വുഡ് റാദർ ആസ്ക് യു ലൈക്ക് വിച്ച് ഇസ് വൺ ഓഫ് യുവർ personal favorite photo shoots that you have done in the recent times? സെലിബ്രിറ്റി ഷോട്ട്സ് ആക്ച്വലി മെമ്മറബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സെലിബ്രിറ്റി ഷോട്ട്സും നമുക്ക് മെമ്മറബിൾ തന്നെയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഓർമ്മയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് സെലിബ്രിറ്റി ഷൂട്ടാണ്. അത് ആക്ച്വലി ഫോർവേഡ് മാഗസീനിന് വേണ്ടിയിട്ട് നമ്മൾ രമ്യ നമ്പീശിനെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഷൂട്ടാണ്. വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാവും എന്താവും അറിയില്ലായിരുന്നു. അന്ന് രാത്രി ഉറങ്ങാനൊന്നും പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഷൂട്ട് പോയി. രാവിലെ എഴുന്നേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലാത്തതൊന്നും നേരെ എഴുന്നേറ്റ് പോയി എന്നറിയാം. ടെൻസ്ഡ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും ആദ്യത്തെ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്തോ വലിയ കുഴപ്പമില്ലാത്തൊരു സാധനം കിട്ടി. പിന്നീട് അങ്ങനെ മെച്ചപ്പെട്ട് വരിക ചെയ്തതെന്ന് തോന്നുന്നു.
ഷൂട്ട് ആക്ച്വലി നമ്മൾ സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് വേണ്ടി ചെയ്തതാണ്, മാതൃഭൂമിയുടെ സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പ്രേഗേനെ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാർ ആൻഡ് സ്റ്റൈൽ ടീമായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വന്നൊരു ആശയമാണ്, എല്ലാവരും കൂടെ വന്നപ്പോൾ ഉണ്ടായ ഒരു ആശയമാണ് അത്. നമുക്ക് എന്തെങ്കിലും ഒരു പഴയ നായികമാരുടെ ഒരു സ്റ്റൈൽ പിടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള, അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് ഒരു കുറച്ച് ടീം സെലക്ട് ചെയ്ത് കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള ആളുകളുടെ ഇത് സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്നിട്ട് നമ്മൾ പ്രേഗനോട് സംസാരിച്ച് പ്രേഗയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്റ്റൈലിസ്റ്റിന് എൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് ബ്രീഫ് ചെയ്തു, മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് ബ്രീഫ് ചെയ്തു. അങ്ങനെ എല്ലാവരും ഒരു കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി. അപ്പോൾ അത് ഇച്ചിരി എഫേർട്ട് എടുത്തിരുന്നു ആ ഷൂട്ടിന്. കാരണം വെച്ചാൽ എല്ലാവരും ഇതായിട്ട് സിങ്കായാൽ മാത്രമേ ആ കറക്റ്റായിട്ട് സാധനം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ടും അതിൻ്റെ മേക്കപ്പ് എങ്ങനെ വയ്ക്കണം, ആ റെഫറൻസ് എടുത്തു, ആ റെഫറൻസിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം ചെയ്തു, അതിനനുസരിച്ചുള്ള മേക്കപ്പ് ചെയ്തു, അതിനനുസരിച്ചുള്ള സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ സ്പടികത്തിലെ സീനുണ്ട്, അപ്പോൾ ലോറി വേണം, അപ്പോൾ ലോറി റെൻ്റ് എടുത്തു. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ പുറകെ ചെയ്തിട്ടാണ് നമ്മളൊരു ഫൈനൽ സാധനം ഉണ്ടായത്. Your photo shoot with Fahad Fasil was actually quite viral, I must say, or rather it was quite famous. Just tell me about the photo shoot that you had with Fahad Fasil. Fahad is one of the, എന്താ പറയുക, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആളാണ് ഷൂട്ട് ചെയ്യാനായിട്ട്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ടു ഷൂട്ട് ഫഹദ്. എന്താ പറയുക, വളരെ എളുപ്പമാണ് ഫഹദിനെ ഷൂട്ട് ചെയ്യാൻ. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, വളരെയധികം കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം വളരെ എന്താ പറയുക, നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു ബ്രാൻഡിന് വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തത്, അവർക്ക് വേണ്ട കുറച്ച് ക്യാമ്പയിന് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ഞാൻ അതിൽ നിന്ന് ചെയ്തത് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റി ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഫഹദിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. നമുക്ക് സ്ഥിരം അതിൽ ചെയ്യാൻ ചിരിക്കാനും ഇങ്ങനെ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഫഹദിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്ത 2-3 ഷൂട്ട്സാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റത് അവർ ബ്രാൻഡ് പ്രൊമോഷനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഞാൻ എൻ്റെ പ്രൊഫൈലിൽ കൂടുതൽ വെച്ചിരിക്കുന്നത് ഫഹദിനോട് പിന്നീടുള്ള എന്താ പറയുക, കുറച്ച് ഹാർഷായിട്ട് നോക്കുന്ന ലുക്കുകളും അങ്ങനെ പറഞ്ഞിട്ട് ചെയ്ത കുറച്ച് സാധനങ്ങളാണ്. I've heard that photographers in a lockdown time, of course, they are restricted to a lot of things, but still, ഒരുപാട് ഫോട്ടോഗ്രാഫി അവരുടെ വീട്ടു ചുറ്റും അവിടെയൊക്കെ ഭയങ്കര എക്സ്പ്ലോറിംഗ് ആണെന്ന് പറഞ്ഞു. How is it for you, Tonu? Are you exploring or are you doing any creative things in the social media platform? What is happening in your life? ലോക്ക്ഡൗൺ ആക്ച്വലി സ്പെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വർക്ക് വൈസ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ രീതിയിലുള്ള സ്ക്രിപ്റ്റിങ്, കുറേ ഫിലിംസ് കണ്ടു, കുറച്ച് എന്താ പറയുക, പിന്നെ കുറച്ച് സ്ക്രിപ്റ്റിങ് കാര്യങ്ങളും ഒരു കഥ ഡെവലപ്പ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ആയിട്ട് അതുമായിട്ട് പോയി. പിന്നെ പ്ലാനിങ് ഇനി എന്ത് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അല്ലാതെ പ്രത്യേകിച്ച് പിന്നെ കുറച്ച് കുക്കൊക്കെ ചെയ്യാനായിട്ട് വൈഫിനെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കൂടുതലായിട്ട് ചെയ്തത്. ഇപ്പോഴത്തെ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്താണ്? I mean, like upcoming projects, is there anything pending or is there any works that you think that you should do after COVID? How is it? ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു മൂവി ഡയറക്റ്റ് ചെയ്യണം, അതിൻ്റെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട്. പിന്നെ ഷൂട്ട്സ് കാര്യങ്ങൾ, പിന്നെ ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ കാര്യത്യമായി പറയത്തക്ക രീതിയിലുള്ള പ്രോഗ്രസ്സുകളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. മേ ബി വിത്തിൻ 2-3 months something will come up. Great to know that. All the very best, Tonu. It was really nice talking to you and thank you so much for sharing your experience with us. Thank you so much and all the best. Well, we are going to wind up today's episode of Kappa Prime Time. We'll be coming back with yet another set of guests till we meet again. It's Cynthia signing off. Ta-da.